ഇന്നെൻ്റെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ്. ആരുടെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ വഴിയെ പറയാം. സോ ആ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ പോകുന്നത് നേരത്തെ ഓർഡർ എടുത്ത കേക്ക് എടുക്കാനാണ്. കേക്കിലെ പേര് ഞാൻ ഹൈഡ് ചെയ്തു, കാരണം പേര് കണ്ടാൽ ചിലപ്പോൾ ആളെ മനസ്സിലാക്കിയാലോ. അങ്ങനെ ഇപ്പം നിങ്ങൾ ആളെ മനസ്സിലാക്കണ്ട. കേക്ക് കൊടുത്ത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, മിസ്റ്റർ ഷവർമ്മ. അവിടുന്ന് രാത്രിത്തേക്കുള്ള ഫുഡും പാഴ്സൽ ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ ബർത്ത്ഡേ താരത്തെ കാണാൻ പോകുന്നു. നല്ല ഉഷാറ് മഴക്കുള്ള പ്രിപ്പറേഷനിലുള്ള നല്ല കാർമേഘങ്ങളൊക്കെ ആകാശം മുട്ടയുണ്ടായിരുന്നു. സോ നല്ല മഴക്ക് മുന്നേ നമ്മൾ അവിടെ സ്ഥലത്തെത്തി. സർപ്രൈസ് ആയിട്ട് കയറി ചെല്ലാന്ന് പ്ലാൻ ചെയ്തിട്ട് ആഞ്ചലിന് നേരെ കോളിബെൽ അടിച്ചിട്ടാണ് വീട്ടിലേക്ക് ഓടി കയറിയത്. സോ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ, എൻ്റെ അമ്മച്ചി. ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഓടിച്ചെന്ന് ബർത്ത്ഡേ സോങ്ങും പാടി നമ്മളെ കേക്കും കൈമാറി എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാനങ്ങ് കൊടുത്തു. അധികം വയ്യാതെ നമ്മുടെ ബർത്ത്ഡേ ഗേൾ എടുത്ത് കേക്ക് കട്ടിയാനെത്തി. അപ്പോഴേക്കും ബിനോയ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവൻ്റെ പ്രസൻസും കൂടെ ഉണ്ടായി. ആ സമയത്ത് ചെറിയൊരു പ്രാർത്ഥനയ്ക്കെല്ലാം ശേഷം വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കടന്നു. ആഞ്ചലിനി ആയിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അമ്മനേക്കാൾ മുൻപന്തിയിൽ. കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് ഷെയറിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി ഫുഡ്. അൽഫാമന്തി ആയിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. സോ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് കുറേ നേരം വർത്താനം എല്ലാം പറഞ്ഞിരുന്ന് ഞങ്ങൾ ബർത്ത്ഡേ ഡിന്നർ അങ്ങ് കഴിച്ചു. അങ്ങനെ വലിയ ആഘോഷാരവങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി അവിടെ അവസാനിച്ചു. തിരിച്ചിറങ്ങാറായപ്പോൾ ഇടിച്ചുകുത്തി മഴ. സോ അധികം വൈകാതെ വീട്ടിൽ നിന്ന് യാത്രയും പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴ ആയതുകൊണ്ട് കുറേയേറെ വൈകിയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയത്. നമ്മൾ വീട്ടിലേക്ക് എത്തിയ ശേഷവും മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ബൈ.